നെതന്യാഹുവിന് തുർക്കിയുടെ അറസ്റ്റ് വാറണ്ട്. ഗസ രാഷ്ട്രീയം കലങ്ങി മറിയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ സംബോധനം ചെയ്യുന്നത്. തുർക്കി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ കർക്കശമായിരിക്കുന്ന നിലപാട് എവിടെയാണ് ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം എത്തുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. തുർക്കിയുടെ അന്താരാഷ്ട്ര മേഖലയിലുള്ള ബന്ധങ്ങൾ നെതന്യാഹുവിൻ്റെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെ എങ്ങനെ ബാധിക്കും? മുന്നോട്ടുള്ള ഭാവിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെ ഇത് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുക എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വംശഹത്യ, മാനുഷിക ദുരന്തം സൃഷ്ടിക്കുക, മാനുഷിക വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുക, സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല നടത്തുക, അവർക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക, അന്താരാഷ്ട്ര മേഖലയിൽ നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിക്കുക തുടങ്ങി വളരെ ഗൗരവപരമായിരിക്കുന്ന ആരോപണമാണ് അല്ലെങ്കിൽ കുറ്റമാണ് തുർക്കി എന്ന രാജ്യം ഇസ്രായേലിനെതിരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 37 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് ഇസ്രായേലിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന പ്രാധാന്യമുള്ള രാഷ്ട്ര നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ സൈനിക മേധാവികളെയും, സുരക്ഷാ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും അടക്കം 37 പേരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് തുർക്കി അവർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സേനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗസയിലെ നിലവിലെ സാഹചര്യത്തിലൊക്കെ പരിഹാരമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചന നടത്തുന്നതിനിടയിലാണ് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി തുർക്കിയുടെ രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രതിഫലിക്കുക എന്ന് പരിശോധിക്കാം. അതിൽ പറയുന്ന കാര്യം, ഒരു മുസ്ലിം രാജ്യം ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇതിനു മുൻപ് സമാനമായിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. മധ്യസ്ഥർ ഈ വിഷയം, അതായത് മധ്യസ്ഥർ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിച്ച പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഖത്തറാണ്, മറ്റൊന്ന് ഈജിപ്താണ്. ഇവരെ പോലും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തുർക്കി എന്ന് പറയുന്ന രാജ്യം ICCയിൽ അംഗരാജ്യമുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഹകരിക്കുന്ന രാജ്യം, അല്ലെങ്കിൽ അവർക്ക് അംഗത്വമുള്ള രാജ്യങ്ങളിൽ തുർക്കിയുടെ പേരില്ല എന്നതിനാൽ ഇത് എങ്ങോട്ട് പോകും ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. കാര്യം, ഈ തുർക്കി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ള രാജ്യമാണ് തുർക്കി എന്നതിനാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. അറസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടോ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തോ അറസ്റ്റ് ചെയ്യാൻ ഈ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നുണ്ട് തുർക്കിയെ. എന്നാൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ ഈ നിയമവ്യവസ്ഥ മതിയാവില്ല എന്നുള്ളതാണ്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ വേണ്ടി ഇത് വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നു. അതിനപ്പുറമായ രീതിയിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ അകന്നു നിൽക്കാനുള്ള ഒരു പ്രധാനമായിരിക്കുന്ന സാധ്യതയായിട്ടും ഇതിനെ വിലയിരുത്തുന്നു. അവർ തമ്മിൽ ഭാവിയിൽ കൊമ്പ് കോർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഗസയുടെ സേവന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് മറ്റു ലോക രാജ്യങ്ങൾക്ക് അനുമതി നൽകിയ സമയത്ത് തുർക്കിയെ തടയപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയം. അതിന് മുൻപേ വിഷയമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ഭരണാധികാരിയും ഭീകരവാദ രാജ്യവുമാണ് എന്ന് UN സഭയിൽ പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ. അപ്പോൾ അങ്ങനെ പോരുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷേ ഇപ്പോൾ 2 രീതിയിൽ ഇതിനെ വിലയിരുത്താം. ഒന്ന്, മുസ്ലിം രാജ്യങ്ങളുടെ മേലെ തുർക്കി ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരിക്കൽ പോലും സഹകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ തുർക്കി വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ രഹസ്യമായ രീതിയിൽ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമാവധി അറബ് രാജ്യങ്ങളോടെല്ലാം ഈ കാര്യം രഹസ്യമായിട്ട് പറയും, കുറഞ്ഞ വിട്ടുവീഴ്ചയോടുകൂടി നമുക്കത് നിർമ്മിക്കാം, സഹകരിക്കണം എന്ന തരത്തിൽ.
കാര്യം ഇത് കൃത്യമായി ഇത് ചേർന്ന് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 100% സഹകരിക്കുന്ന ഒരു സംവിധാനമാണ് അബ്രഹാം കരാർ എന്ന് പറയുന്നത്. അകന്നു നിൽക്കുന്ന രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇതിനേക്കാണ് വലിയൊരു തന്ത്രം ഇല്ല എന്നുള്ളതാണ് അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. സൗദി അറേബ്യയും ഇസ്രായേലിനും ചേർത്ത് പിടിക്കാൻ മറ്റെന്തൊരു സംവിധാനം ഉണ്ടായാലും സാധ്യമല്ല അബ്രഹാം കരാർ ഒഴികെ എന്നുള്ളതാണ്. അവിടെയാണ് അവരുടെ അമേരിക്കയുടെ വിജയം ഉണ്ടായത്. അവിടെയാണ് ഇതിൽ നിന്ന് മുറിവേറ്റിരിക്കുന്നു, അകന്നിരിക്കുന്നു. അപ്പോൾ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം സ്വതന്ത്രമാവാതെ ഇനി അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുക പോലുമില്ല എന്നാണ് സൗദി അറേബ്യ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അകന്നു പോയിരിക്കുന്നു, അല്ലെ മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വിളക്കി കൂട്ടാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ചേർന്ന് നിൽക്കും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ കണക്ക് കൂട്ടി ഫസ്റ്റ് തന്നെ സൗദി അറേബ്യയുടെ രാജാവുമായിട്ട് നേർക്കുനേരെ സംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം സംസാരിച്ചതാണ്. അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ തുർക്കിക്ക് സ്വാധീനമുള്ള മേഖലയിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല എല്ലാ രാജ്യവും രാഷ്ട്രത്തിനപ്പുറമായി സ്വതന്ത്രമായിരിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്, വലിയ രീതിയിലുള്ള സൈനിക അധികാരങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ മേഖല ഒരുപക്ഷെ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സംബന്ധിച്ച് സിറിയ ഭരണ സംവിധാനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിധിവരെ നിയന്ത്രണം തുർക്കിയുടെ കൈവശത്തിലുമുണ്ട്. ലെബനാൻ അവിടെ രാജ്യമുണ്ടെങ്കിലും അതിലിടപെടാൻ വേണ്ടിയിട്ട് ഈ തുർക്കിക്ക് സാധിക്കും. യമൻ അങ്ങനെയാണ്. അവിടേക്കൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പോകുമെന്നല്ല, യാദൃശ്യപരമായ രീതിയിൽ ഈ പറയപ്പെട്ട 35 രാജ്യങ്ങളിൽ ഈ 35 ഭരണാധികാരികൾ അല്ലെങ്കിൽ VIP വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും യാദൃശ്യേന ഈ മേഖല എത്തപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിചാരണയായി അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കും. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ തുർക്കി കണ്ടിരിക്കുന്ന ഒരു കാര്യം, അറബ് രാജ്യം അല്ലെ മുസ്ലിം രാജ്യമായിരിക്കുന്ന തുർക്കി, ആ തുർക്കി രാജ്യം ഇസ്രായേൽ എന്നൊരു പ്രധാനമന്ത്രിയെ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ക്രിമിനലായിട്ട് കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുസ്ലിം രാജ്യം പറയുന്ന സമയത്ത് ആ രാജ്യവുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അഥവാ അന്താരാഷ്ട്ര സൈനിക സംവിധാനം, അതായത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി സംയുക്തമായി ചേർന്ന് നിൽക്കുന്ന ഗസ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാതാവാൻ ഈ ഒരു നിലപാട് വലിയ രീതിയിൽ പങ്കുവയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ഗസ എന്ന് പറയുന്ന പ്രദേശം ഒരിക്കലും ഇസ്രായേലിന് ഭരിക്കാൻ വേണ്ടി സാധിക്കില്ല, അമേരിക്കൻ സൈന്യത്തിന് ഭരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് സൈനികരെ അങ്ങോട്ട് അയക്കാൻ താല്പര്യമില്ല എന്ന്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഗസ ഭരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല, അതൊട്ട് സമ്മതിക്കുകയില്ല. പിന്നെ അവരോട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സൈനികരെ ഈ മേഖലയിലേക്ക് പറഞ്ഞേക്കുക, അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികരെയോ പ്രത്യേകപരമായിരിക്കുന്ന സംവിധാനത്തെ സൃഷ്ടിക്കുക. ഇതാണ് ഈജിപ്തിലെ ഉച്ചകോടിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ആ സംഭവം ഉണ്ടാവുകയും അതോടനുബന്ധിച്ചതിന് ഒരു കരാർ വ്യവസ്ഥയുണ്ടായി. അത് ഗസയിൽ ആദ്യഘട്ടത്തിൽ തന്നെ സൈനികരെ നിയമിക്കുക എന്നുള്ളതല്ല, അവിടുത്തെ പ്രാദേശികപരമായിരിക്കുന്ന വിഷയങ്ങൾ തീർക്കുക, അത് യുദ്ധവിരാമം. ഇനി ഒരു അക്രമം ഇല്ലാത്ത രീതിയിൽ ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. അത് 23 രാജ്യങ്ങൾ ഒപ്പിടുന്നു. പിന്നീട് അവിടെ ഗസയിലേക്കുള്ള മാനുഷിക സഹായത്തിന് വേണ്ടി അടക്കപ്പെട്ട എല്ലാ വാതിലുകളും തുറക്കുന്നു. റഫാ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെയാണ് പറഞ്ഞത്. അതിന് പുറമെ അവിടുത്തെ ബന്ദികൾ എന്ന് വെച്ചാൽ മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പരമാവധി മൃതദേഹമെല്ലാം ബിൽഡിങ്ങിൻ്റെ അടിയിലായി പോയിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് മെഷീനറി സംവിധാനങ്ങൾ വേണം, അതിനു വേണ്ടി സഹായിക്കുക. അതിനുവേണ്ടി ഈജിപ്ത് തയ്യാറായിട്ടുണ്ട്, മറ്റു പല അറബ് രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. മുസ്ലിം രാജ്യമായിരിക്കുന്ന തുർക്കിയും ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ആദ്യം തന്നെ ഉടക്ക് പറഞ്ഞു തുർക്കിയെ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് മറ്റ് അറബ് രാജ്യങ്ങൾക്കും അതൊരു താല്പര്യക്കുറവായി. സംയുക്തമായ രീതിയിൽ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു രാജ്യത്തെ മാത്രം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ അതിന് സാരമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് അവർ പറയപ്പെട്ടത്. അങ്ങനെ വന്ന സമയത്ത് അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നു. അതിൽ വീണ്ടും അമേരിക്ക ഇടപെടുന്നു. മുന്നേറാൻ പറ്റാത്തൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് തുർക്കിക്ക് അനുമതി നൽകുന്നത് ഇസ്രായേൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു മറിയും, വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു ഇസ്രായേൽ.
അങ്ങനെ ആദ്യ ഘട്ടത്തിൽ 10, 20 അങ്ങനെ ആ രീതിയിലൊക്കെയാണ് മെഷീനറി സംവിധാനങ്ങളും വാഹനങ്ങളും അങ്ങോട്ട് പ്രവേശിച്ചത്. പിന്നീട് ഈ 350-ലധികം ഈ മെഷീനറി സംവിധാനങ്ങൾ വഹിച്ചുള്ള വാഹനങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കപ്പെട്ടു. അതിന് തുടർച്ചയായി ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ 500-ലധികം ഉണ്ട് എന്നാണ് പറയുന്നത്. JCB പോലെയുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള മെഷീനറി സംവിധാനം തുർക്കിയുടെ പതാക വെച്ചുകൊണ്ട് അവിടെ സേവനം നടത്തുന്നു. തുർക്കിയും ഹമാസും തമ്മിൽ നല്ല ബന്ധമാണ്. ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കന്മാർ തുർക്കിയിലേക്കാണ് പോയത് എന്നൊരു ആരോപണം ഇതിനിടെ തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ്. അതിനു മുൻപും തുർക്കിയുമായിട്ട് ഗസക്ക് ബന്ധമുണ്ട്, ഹമാസിന് ബന്ധമുണ്ട്. അപ്പോൾ ഹമാസും തുർക്കിയുടെ സൈനികരും അവിടെ ഏകോപനത്തോടു കൂടി എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നൊരു പേടി ഇസ്രായേലിനുണ്ട്. അതുകൊണ്ടാണ് ഈ തുർക്കിയുടെ സൈന്യം അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത്. അത് വലിയ രൂക്ഷമായി. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈനികരും തുർക്കിയുടെ സൈനികരും എന്ന് പറഞ്ഞാൽ സേവന പ്രവർത്തി ചെയ്യുന്ന ആളുകളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഗസക്കകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെൻറ് അറിയുന്നു, ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടുന്നു, പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായ സമയത്താണ് പിന്നെ ഔദ്യോഗികപരമായ രീതിയിൽ വേർപിരിയുന്ന തരത്തിൽ അല്ലെങ്കിൽ വെട്ടിമുറിക്കപ്പെടുന്ന തരത്തിൽ ഈ തുർക്കിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി പ്രതിസന്ധി ആവുക എന്ന് പറഞ്ഞാൽ അവിടേക്കൊരു മുസ്ലിം രാജ്യത്തെ സൈനിക സംവിധാനത്തെ അയക്കാൻ പോലും പറ്റാത്ത വിധം ഗസയുടെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.